ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം അതിലെ എ ആണ്. റൈസ്, സ്വീറ്റ് പൊട്ടാറ്റോ, ടാപ്പിയോക്ക, ഓട്സ് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ കണ്ടെയ്ൻസ് ദ ന്യൂട്രിയൻ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയൻ്റ് ഉണ്ട് അല്ലേ? വാട്ട് ഫോം ആർ ദീസ് ന്യൂട്രിയൻസ് ഇൻ ദം? അപ്പോൾ ഇതിൽ ഈ ന്യൂട്രിയൻ്റ് ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? പിന്നെന്താണ്? പിന്നെ ഷുഗർ ആയിട്ട് കാണുന്നുണ്ട്, ഷുഗർ. അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, അതുപോലെ സെല്ലുലോസ്. ഇനി അടുത്തത് വിച്ച് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ വൈറ്റമിൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവസിൻ്റെ പ്രോപ്പർ ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വൈറ്റമിൻ അതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് എഗ്ഗ്, അതുപോലെ തന്നെ മിൽക്ക്, ഗീ, അമാരന്തസ് അഥവാ നമ്മുടെ ചീരയില. ഇതിലൊക്കെയാണ് നമ്മുടെ നെർവസിന് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ നടത്താനുള്ള വൈറ്റമിൻ ഉള്ളത്. ഇനി സി ചോദ്യം. അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. താഴെ എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക, എന്നിട്ട് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അയൺ ടാബ്ലറ്റ് ഈസ് കമ്പൽസറി ഗിവൺ ടു ഓൾ ചിൽഡ്രൻ ഇൻ സ്കൂൾസ് വൺസ് എ വീക്ക്. അഥവാ ആഴ്ചയിൽ ഒരിക്കൽ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അയൺ ഗുളിക കൊടുക്കുക എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് അയൺ ടാബ്ലറ്റ്സ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അയൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത് വളരെ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ളതാണ്. മാത്രമല്ല ദേ എൻഹാൻസ് ദ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. അത് കുട്ടികളുടെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ second one, children who take the iron tablet do not have anemia because iron tablet blocks the formation of hemoglobin in the blood. മാത്രമല്ല കുട്ടികൾ അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ അവരിൽ അനീമിയ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ ഹീമോഗ്ലോബിൻ, ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അയൺ ടാബ്ലറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അനീമിയയെ ബ്ലോക്ക് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. തേർഡ് വൺ, അയൺ ടാബ്ലറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ദോസ് ഹു കൺസ്യൂം ദിസ് ഡിഡ് നോട്ട് ഡെവലപ്പ് അനീമിയ. അപ്പോൾ അയൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്, ബ്ലഡിൽ ഉണ്ടാകുന്ന ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് വളരെയധികം പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താവും? അവിടെ അനീമിയ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് അയൺ ടാബ്ലറ്റ് ഇംപ്രൂവ്സ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് ഇൻക്രീസസ് ബ്ലഡ് ഫ്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സ്റ്റേറ്റ്മെൻറ്റിന് കറക്റ്റായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ റീസൺ 3 ആണ്. ഓക്കെ, അയൺ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കും ബ്ലഡിൽ. അപ്പോൾ അനീമിയ ഉണ്ടാവില്ല എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ഓൺലി 3 ഈസ് കറക്റ്റ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി രണ്ടാമത്തെ നോക്കൂ. Some students are trying to make a electromagnet as part of learning activities. അപ്പോൾ ലേണിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുകയാണ്. ദ മെറ്റീരിയൽസ് ദേ ബ്രോട്ട് ആർ ഗിവൺ ബിലോ. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി ഇതിൽ എ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡഡ് ടു മേക്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. ഒരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ ഇതിൽ കൊടുത്തിട്ടുള്ളതല്ലാതെ വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു ബാറ്ററിയും ഒരു ആണിയുമാണ് അല്ലേ? റൈറ്റ് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് ഇറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ മെത്തേഡും കൂടെ നമ്മൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറയുന്നത് കോപ്പർ വയർ വേണം. ഓക്കെ, കോപ്പർ വയർ. അതുപോലെ തന്നെ ഒരു കണക്ടർ വേണം, അതുപോലെ ഒരു പിന്നും വേണം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് എഴുതാനാണ് മെത്തേഡ് ഓഫ് മേക്കിംഗ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് എഴുതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ ബി ചോദ്യം റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ടെസ്റ്റ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റും കൂടെ എഴുതാൻ പറയുന്നുണ്ട്. അതും എവിടെ പറയുന്നുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ഒന്ന് എഴുതി നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എയിം എന്ത് വരും? ടു ടെസ്റ്റ് ഫോഴ്സ് ഓഫ് മാഗ്നറ്റ്. മെറ്റീരിയൽസ് റിക്വയർഡ് എന്ത് വരും? 9V ബാറ്ററി, കോപ്പർ വയർ, കണക്ടർ, പിന്ന്. ഇനി അതിൻ്റെ പ്രൊസീജിയറും ഒബ്സർവേഷനും ഇൻഫറൻസുമാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ സി ചോദ്യം 4 സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു മാഗ്നറ്റ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ
കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, എ നെയിൽ അറ്റാച്ച്ഡ് ടു എ പെർമനൻറ്റ് മാഗ്നറ്റ് അട്രാക്ട് എ പിൻ, സോ ദ നെയിൽ ഓൾസോ ഈസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. ഇപ്പോൾ ഒരു നെയിൽ നമ്മളൊരു പെർമനൻറ്റ് മാഗ്നറ്റുമേ അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? നെയിലിനും ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. നെയിലിന് അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തേത്, ലോഡസ്റ്റോൺ ഈസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. അതെന്താണ്? ലോഡസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അൺലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് റീപ്പൽ ആൻഡ് ലൈക്ക് പോൾസ് അട്രാക്റ്റ്. അടുത്തതായിട്ട് പറഞ്ഞത് എന്താണ്? നമുക്ക് ചില മാഗ്നറ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പം ചില മാഗ്നറ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലെന്തുണ്ടായിരിക്കും? രണ്ട് പോൾസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പോൾസ് അട്രാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ പോൾസ്, അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും? ആകർഷിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് റീപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ്. അപ്പോൾ കാന്തങ്ങളുടെ ആ ഒരു സംജാതമായിട്ടുള്ള പോൾസ് വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, 2ഉം 4ഉമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡി, ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെൻറ്റ് 2 and 4 ആർ കറക്റ്റ് എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്, ഗിവിൻ ഷേപ്പ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ സ്കെൽറ്റൻ. സ്കെൽറ്റൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. സ്കെൽറ്റൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഷേപ്പ് നൽകുക എന്നുള്ളതാണ്. ദെൻ റൈറ്റ് 2 അതർ ഫങ്ഷൻസ് ഓഫ് സ്കെൽറ്റൻ. അങ്ങനെയാണെങ്കിൽ സ്കെൽറ്റൻ്റെ മറ്റ് 2 ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ സ്കെൽറ്റൻ്റെ മറ്റുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ് സ്ട്രെങ്ത്. എന്ത് തരുന്നുണ്ട്? നമുക്ക് സ്ട്രെങ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇതിൽ 3A ആണ്. നമുക്ക് എന്ത് തരുന്നുണ്ട്? സ്ട്രെങ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് തരുന്നുണ്ട്. പ്രൊട്ടക്ട് ഫ്രം സം ഓർഗൻസ്, ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊട്ടക്റ്റ് ഓർഗൻസ്. ഇനി ബി ചോദ്യം, ദ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ദ നമ്പർ ഓഫ് ദ ബോൺസ് ഇൻ ദ ഗിവൺ ബിലോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതിവിടെ എന്താണ്? ചില ബോൺസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിലെ നമ്പർ ഓഫ് ബോൺസ് എന്താണ്? ചിലത് മിസ്സാണ്, അത് എഴുതി കൊടുക്കാനാണ്. ഇപ്പോൾ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് 33 ബോൺസ് ആണ്. റിബ്സിൽ എത്രയാണുള്ളത്? റിബ്സിൽ 24 ആണുള്ളത്. ഇനി 22 ഉള്ളത് ഏതാണ്? സ്കള്ളിലാണ്. ഓക്കെ, സ്കള്ള്. ഇനി ലെഗിൽ എത്രയുണ്ട്? 31 ആണുള്ളത്. ഒരെണ്ണം ഉള്ളത് ഏതാണ്? സ്റ്റെർണമാണ് ഉള്ളത്. ഓക്കെ, ഇനി സി ചോദ്യം, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻസ് ആർ ഗിവൺ ബിലോ. എന്താണ്? ജോയിൻസുമായി ബന്ധപ്പെട്ട ഇതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ എന്താ പറയുന്നത്? ഹിഞ്ച് ജോയിൻറ്റ് ഈസ് ദ ജോയിൻറ്റ് ദാറ്റ് ഹാസ് മോർ ഫ്രീഡം ഓഫ് മൊബിലിറ്റി. ഓക്കെ, എന്താ പറയുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉള്ളത് ഏതാണ്? അസ്ഥി എന്ന് പറയുന്നത് വിജാഗിരി അഥവാ ഹിഞ്ച് ജോയിൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി 2, മോസ്റ്റ് ഓഫ് ദ ജോയിൻറ്റ്സ് ഇൻ ദ സ്കൾ ആർ ഇമ്മൂവബിൾ. എന്താണ്? അധികം തലയോട്ടിയിലെ അധിക അസ്ഥികളും എന്താണ്? ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റാത്തവയാണ് അല്ലേ. മൂവ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തേത്, ദ ജോയിൻറ്റ് ദാറ്റ് കണക്ട്സ് ഹിപ്പ് ബോൺ ആൻഡ് ഫെമർ ഇൻ ദ ഹിഞ്ച് ജോയിൻ. ഹിഞ്ച് ജോയിനും അതുപോലെ തന്നെ ഫെമറും തമ്മിലുള്ള ഹിപ്പ് ബോണില്ലേ, അതാണ് ജോയിൻ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതോ ഇടുപ്പലിൻ്റെ തുടയലിൽ ചേർന്നിരിക്കുന്ന ഒരു സന്ധിയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ശരിയായിട്ടുള്ളത് ആകെ ബി മാത്രമാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ സ്കള്ളിലെ ജോയിൻറ്റ്സ് ഇമ്മൂവബിൾ ആണ് എന്നുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 കണ്ടെയ്ൻസ് 2 പാർട്സ് ആണ്. 4Aയും 4Bയും ഉണ്ട്. റൈറ്റ് എനി വൺ ഫ്രം. ഏതെങ്കിലും ഒന്നാണ് ആൻസർ എഴുതേണ്ടത്. എ എന്ന് പറയുന്നത് മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. അപ്പോൾ ഒരു മോഡറേറ്റ് ലെവലിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. വൈ? എന്തുകൊണ്ടാണ്? വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് ദ കൊളസ്ട്രോൾ ഈസ് ഇൻ എക്സസ്. അപ്പോൾ എന്താണ്? കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ്? നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട കുറച്ച് കൊളസ്ട്രോൾ ഉണ്ട് അല്ലേ, എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഉണ്ട്. അത് നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. കൂടിക്കഴിഞ്ഞാലാണ് പ്രശ്നമുള്ളൂ.
അപ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് കുറയും. ഇത് എന്തിന് കാരണമാകും, ഫാറ്റ് ഡിസീസസിനും അതുപോലെ തന്നെ സ്ട്രോക്ക്, ഹാർട്ട് ഫെയിലിയർ ഇതിനൊക്കെ കാരണമാകും. ഇതിലെ ബി ചോദ്യം, ഒബ്സർവ് ദ കാർട്ടൂൺ. ഇവിടെ കാർട്ടൂൺ തന്നിട്ടുണ്ട്. കുട്ടി പറയാണ്, മോം ആർ യു കുക്കിംഗ് അവിയൽ, കീപ് ദ വെസൽ ഓപ്പൺ, ഈസ് ഇറ്റ് പ്രോപ്പർ. അപ്പോൾ പറയുകയാണ്, അമ്മ നിങ്ങൾ അവിയലാണ് ഉണ്ടാക്കുന്നത് എന്താണ് അതിൻ്റെ വെസൽ ഓപ്പൺ ആക്കി വെക്കണം, അതല്ലേ പ്രോപ്പർ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ, വാട്ട് മെഷേഴ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ കുക്കിംഗ് ടു പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് ന്യൂട്രിയൻ വാല്യൂ. അപ്പോൾ ശരിക്കും കുട്ടി പറയുന്നത് എന്താണ്, അവിടെ പ്രിവെൻറ്റ് ലോസ് ഓഫ് ന്യൂട്രിയൻ്റ് അല്ലേ, ന്യൂട്രിയൻ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ, അതിൻ്റെ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുന്നേ ആയിട്ട് വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിങ്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ വെജിറ്റബിൾസൊക്കെ കഴുകണം. ഡോണ്ട് ഓവർ കുക്ക് വെജിറ്റബിൾസ്, ഒരിക്കലും വെജിറ്റബിൾസ് എന്ത് ചെയ്യരുത്, ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ പോകും. ഇനി സി ചോദ്യം നോക്കാം. വൈറ്റമിൻ ആൻഡ് ദെയർ ഡെഫിഷ്യൻസി ഡിസീസസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ, വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് ഈസ് കറക്റ്റ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, ഓരോ വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസുമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് എന്താണ്, വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിൽ നമ്മുടെ നൈറ്റ് ബ്ലൈറ്റ്നെസ് ഉണ്ടാവും. ഓക്കെ, നൈറ്റ് ബ്ലൈറ്റ്നെസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി വൈറ്റമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് അൾസർ ഉണ്ടാവും. അതുപോലെ വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കർവി ഉണ്ടാവും. അതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് 4ലെ ബി ആണ്. പ്രിപ്പയർ ഫോർ 11 ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ് ടു എ ഡോക്ടർ ഇൻ എ മന്ത്ലി പ്രോഗ്രാം. ലെറ്റ്സ് ആസ്ക് ദ ഡോക്ടർ, ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ്. അപ്പോൾ സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് മാസത്തിൽ ഒരു ഡോക്ടറുടെ ഇത് വെക്കും. ഓക്കെ, എന്താ പറയുക, പ്രോഗ്രാം വെക്കും. അപ്പോൾ അതിൻ്റെ പേരാണ് ലെറ്റ്സ് ആസ്ക് ദ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഡിസീസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ എന്തിനാണ് ഇത്രയധികം വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത എന്താണ്, വാട്ട് ഈസ് എ നെസസറി എന്നുള്ളത് ചോദിക്കാം അല്ലേ. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണ് വരുന്നത്, എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കോസ് എന്ന് പറയുന്നത്, അതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി ഇതിലെ ബിയിൽ എ ചോദ്യം 4ലെ ബി ചോദ്യമാണ്. എ ചൈൽഡ് ഒബെയിൻ ദാറ്റ് ലേഡീസ് ഫിംഗർ കണ്ടെയ്ൻസ് ഹൈ ലെവൽ കൊളസ്ട്രോൾ ഓൺ സീയിങ് ദ മ്യൂസിലേജ് വൈൽ കട്ടിങ് ഇറ്റ്. അപ്പോൾ ഒരു കുട്ടി നമ്മൾ വെണ്ടക്ക കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ എന്തുണ്ടാവും, ഭയങ്കര കൊഴുകൊഴുപ്പ് ഇങ്ങനെ നമുക്ക് തോന്നും അല്ലേ, ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പോൾ കുട്ടി പറയാണ്, ലേഡീസ് ഫിംഗർ എന്തുണ്ട്, നന്നായിട്ട് കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളത് പറയാണ്. ഡു യു എഗ്രി വിത്ത് ദ ഒപ്പീനിയൻ ഓഫ് ദ ചൈൽഡ്. അപ്പോൾ ആ കുട്ടിയുടെ ഒപ്പീനിയനുമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? പ്ലാൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ ആ ഒപ്പീനിയൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തണം. അപ്പോൾ വെണ്ടക്ക മുറിച്ചപ്പോൾ ഉള്ള വഴുവഴുപ്പ് എന്ന് പറയുന്നത് എന്താണ്, ധാരാളം കൊഴുപ്പുള്ളത് കൊണ്ടല്ല അല്ലേ, ശരിക്കും ആ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നതല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ വേണ്ടി പറ്റുമോ? നോ, ദർ ഈസ് നോ ഫാറ്റ് ഇൻ ലേഡീസ് ഫിംഗർ. കാരണം എന്താണ്, ലേഡീസ് ഫിംഗറിൽ യാതൊരു ഫാറ്റും ഇല്ല. ഇനി സി ചോദ്യം, എ ടേബിൾ ഷോയിങ് ദ വൈറ്റമിൻസ് ആൻഡ് ദ ഫുഡ് ഐറ്റംസ് ആർ ഗിവൺ ബിലോ. താഴെ വൈറ്റമിൻസും ഫുഡ് ഐറ്റംസും കൊടുത്തിട്ടുണ്ട്. എക്സാമിൻ ദ ടേബിൾ ആൻഡ് ചൂസ് ദ കറക്റ്റ് മാച്ച് ഫ്രം ദ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് മാച്ച് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ്, വൈറ്റമിൻ എ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ എ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം നന്നായിട്ട്, നമ്മൾ ഫിഷും ക്യാരറ്റും നന്നായിട്ട് കഴിക്കണം. ഇനി വൈറ്റമിൻ ബി കിട്ടണമെങ്കിൽ മട്ട റൈസ് അതുപോലെ തന്നെ അമാരന്തസും ഒക്കെ കഴിക്കണം. വൈറ്റമിൻ സി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം, ഗൂസ്ബെറി ലെമൺ ഇത് കഴിക്കണം. വൈറ്റമിൻ ഇ കിട്ടണമെങ്കിൽ ഗ്രൗണ്ട് നട്ടും ആൽമണ്ടും കഴിക്കണം. ഒക്കെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത്, എ സ്കെൽറ്റൻ ഇൻ ദ സയൻസ് ലാബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ സ്കൂളിലെ സയൻസ് ലാബിലെ സ്കെൽറ്റൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എ ചോദ്യം എന്ന് പറയുന്നത്, റൈറ്റ് ദ നെയിം ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് ദ പാർട്സ് ലേബൽ ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ ഫിഗറിൽ ലേബൽ ചെയ്തിട്ടുള്ള 1ഉം 2ഉം ഉണ്ടല്ലേ, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ നെയിം എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഒന്നെന്ന് പറയുന്നത് സ്കള്ളാണ് അല്ലേ, നമ്മുടെ തലയോട്ടിയാണ്, സ്കള്ളാണ്.
സ്കൾ എന്തിനാണ്? നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊട്ടക്ട് ദ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓൾസോ പ്രൊട്ടക്ട് സെൻസറി ഓർഗൻസ് സച്ച് ആസ് ഐസ്, ഇയർ, നോസ്, ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് എന്താണ്? റിബ്സ് ആണ് അല്ലേ? റിബ്സ് ആണ് നമ്മുടെ വാരിയെല്ലാണ്. അതെന്തിനാണ്? പ്രൊട്ടക്റ്റ് ഹാർട്ട്, ലങ്സ്. അപ്പോൾ ഹാർട്ടിനെയും ലങ്സിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. പ്രൊട്ടക്റ്റ് ഹാർട്ട് ആൻഡ് ലങ്സ്. ഇനി അടുത്തത് ബി ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ബോൺ ഫോംസ് ഇൻ ദ പിന്ന? പിന്ന എന്ന് പറയുന്നതിൽ ഏത് ബോണാണ് ഫോം ചെയ്യുന്നത്? ഏതാണ്? കാർട്ടിലേജ് ആണ്. ഓക്കെ. ഇനി സി ചോദ്യം, അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺ ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ സ്റ്റേറ്റ്മെൻറ്റും റീസണും നമ്മൾ വായിച്ചു നോക്കുക. എന്നിട്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാക്ക് വെൻ ദർ ഈസ് ആൻ ഇഞ്ചുറി ഇൻ ദ വെർട്ടിബിൾ കോളം. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. റീസൺ ഇസ് സ്പൈനൽ കോഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം പാസസ് ത്രൂ ദ വെർട്ടിബ്രൽ കോളം. അപ്പോൾ വെർട്ടിബ്രൽ കോളത്തിലൂടെ പാസ് ചെയ്യുന്നതിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ? സ്പൈനൽ കോഡിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കറക്റ്റാണ്. പക്ഷെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള റീസൺ ആണോ പറഞ്ഞത്? അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ബട്ട് ദ റീസൺ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ആറാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ 6 കണ്ടെയ്ൻസ് 2 പാർട്സ് ആണ്. 6A-യും 6B-യും ആണ്. റൈറ്റ് എനി വൺ ഫ്രം 6A ആൻഡ് 6B. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 6ലെ എ ചോദ്യം, എ ചൈൽഡ് ബ്രോട്ട് എ മാഗ്നറ്റ് ഇൻ ദ ക്ലാസ് ഫോർ കണ്ടക്ടിങ് എൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഒരു മാഗ്നറ്റ് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. ദിസ് മാഗ്നറ്റ് ഡിഡ് നോട്ട് ഹാവ് മാഗ്നറ്റിക് ഫോഴ്സ്. പക്ഷേ ആ മാഗ്നറ്റിന് എന്തില്ല? മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല. റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് വിച്ച് ലീഡ് ടു ദ ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ്. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ലാതാവാനുള്ള എന്തെങ്കിലും 2 സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഒന്നെന്ന് പറയുന്നത് വെൻ ഡംബിൾഡ് ടുഗെദർ. അതെന്താണ്? രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും. വെൻ ത്രോ, വെൻ ഹീറ്റഡ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളത് എറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് അതിന് ഹീറ്റ്, അതിനെ ചൂടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഒരു മാഗ്നറ്റിൻ്റെ ഇല്ലാതാവും. ബി ചോദ്യം, ഹൗ ആർ യു മാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ് കെപ്റ്റ് ടു പ്രിവെൻറ്റ് മാഗ്നറ്റിക് ഫോഴ്സ്. എങ്ങനെയാണ് യു മാഗ്നറ്റും ബാർ മാഗ്നറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒരേപോലെ വെക്കരുത് അല്ലേ? രണ്ടും 2 രീതിയിൽ വേണം നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ. ഇനി സി ചോദ്യം, എ ടേബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഫിഗേഴ്സ് ഓഫ് മാഗ്നറ്റ് ആൻഡ് ദെയർ നെയിംസ് ആർ ഗിവൺ ബിലോ ഫൈൻഡ് ദ കറക്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ താഴെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് മാഗ്നറ്റിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ നെയിംസും തന്നിട്ടുണ്ട്. അത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ഫൈൻഡ് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തെ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓവൽ മാഗ്നറ്റ് ആണ് അല്ലേ? അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സി ആണ്. ഇനി രണ്ടാമത്തെ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹോഴ്ഷൂ മാഗ്നറ്റ് ആണ് അല്ലേ? ഹോഴ്ഷൂ മാഗ്നറ്റ് ആണ്. അപ്പോൾ അത് 2 എന്ന് പറയുന്നത് എ ആണ്. ഇനി മൂന്നാമത്തെ മാഗ്നറ്റ് ഏതാണ്? 3 സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ബി ആണ്. 4 എന്ന് പറയുന്നത് യു മാഗ്നറ്റ് ആണ്. ഓക്കെ. 4 എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം 6B ആണ്. 2 persons trapped in a sea had to reach the southern shore. അപ്പോൾ 2 പേരെന്താണ്? സദേൺ ഷോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ട്രാപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ദേ ഹാവ് എ ട്വൈൻ ആൻഡ് ബാർ മാഗ്നറ്റ്സ് ഓൺലി. അപ്പോൾ അവരുടെ കയ്യിൽ ആകെ എന്തുണ്ട്? ട്വൈനും അതുപോലെ തന്നെ ബാർ മാഗ്നറ്റും മാത്രമേ ഉള്ളൂ. ദെൻ എ ചോദ്യം, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ദേ ഹാവ് മെയ്ഡ് യൂസ് ഓഫ്. അപ്പോൾ അതിനു വേണ്ടി അവർ മാഗ്നറ്റിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റി ദേ ഹാവ് പെർഫോംഡ്. അങ്ങനെ അവർ പെർഫോം ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അവിടെ എന്താണ്? ഫ്രീലി സസ്പെക്റ്റഡ് മാഗ്നറ്റ് ഓൾവേസ് എൻ എസ് ഡിറക്ഷനിലായിരിക്കും, നോർത്ത് സൗത്ത് ഡിറക്ഷനിലായിരിക്കും. ഓക്കെ. അപ്പോൾ അതിലൂടെ അവർക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഡയറക്ഷനും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ദ ബാർ മാഗ്നറ്റ് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു ഓൾമോസ്റ്റ് 2 equal halves. ഹൗ മെനി പോൾസ് ഡസ് ഈച്ച് പീസ് ഹാവ്? ഇലുസ്ട്രേറ്റ് ദം. അപ്പോൾ ഒരു പോൾസിന് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിന് 2 പോൾസ് ആണല്ലോ അല്ലേ? അപ്പോൾ 2 പോൾസ് ആണുള്ളത്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒന്ന് എന്തുണ്ടായിരിക്കും? നോർത്ത് പോൾ ഉണ്ടായിരിക്കും, ഒന്ന് സൗത്ത് പോൾ ഉണ്ടായിരിക്കും. അടുത്ത മാഗ്നറ്റ് എടുക്കുമ്പോഴും അതിനും ഉണ്ടായിരിക്കും നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരച്ച് കാണിക്കേണ്ടത്. ഇനി സി ചോദ്യമാണ്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആർ ട്രൂ ഓൺ ഈച്ച് ബ്രോക്കൺ പീസസ്. ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് ബ്രോക്കൺ ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഓരോ പീസസിനും അതിൻ്റേതായിട്ടുള്ള
പ്രത്യേകതകൾ, ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒന്ന്, വിൽ ഒബ്റ്റെയിൻ എ മാഗ്നറ്റ് വിത്ത് നോർത്ത് പോൾ ഓൺലി ആൻഡ് അതർ മാഗ്നറ്റ് വിത്ത് സൗത്ത് പോൾ ഓൺലി. ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് ബ്രോക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനാണെങ്കിൽ ആ മാഗ്നറ്റ് ഒന്നിന് നോർത്ത് പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിന് സൗത്ത് പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയാണോ? അല്ല, രണ്ട് പോൾസും അതിലുണ്ടായിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം, വിൽ ഗെറ്റ് ടു സ്മോൾ മാഗ്നറ്റ്. നമുക്ക് രണ്ട് സ്മോൾ മാഗ്നറ്റ് കിട്ടി. ബോത്ത് ഓഫ് ദം ഡു നോട്ട് പോസസ് മാഗ്നറ്റിക് ഫോഴ്സ്. അതിന് എന്തില്ല? മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, അതിന് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും തെറ്റാണ്. മൂന്നാമത്തത്, വിൽ ഗെറ്റ് ടു സ്മോൾ മാഗ്നറ്റ് ആൻഡ് ഈച്ച് ഓഫ് ദം ഹാവ് എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. നമുക്കൊരു ചെറിയ മാഗ്നറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും അല്ലേ. ഏത് മാഗ്നറ്റിനും എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് പോൾസും ഉണ്ടായിരിക്കും. ഇനി അടുത്ത നാലാമത്തത്, വെൻ ദ മാഗ്നറ്റ് ബ്രേക്സ് ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ ഡിസപ്പിയർ. ഒരു മാഗ്നറ്റ് മുറിഞ്ഞു കഴിഞ്ഞാൽ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൗത്ത് പോളും നോർത്ത് പോളും ഡിസപ്പിയർ ആവും, അപ്രത്യക്ഷമാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയുള്ളൂ. അതുകൊണ്ട് ഓൺലി ബി എന്നുള്ള ബിയിലെ ഓൺലി 3 ഈസ് കറക്റ്റ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.